തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിച്ചു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് നേടുന്നതിന് UDFോ BJPയോ ശ്രമിച്ചിട്ടില്ല. കള്ള പ്രചാരവേലയുടെ അടിസ്ഥാനത്തിലാണ്, അത്തരത്തിലൊരു പരമ്പരയാണ് UDFും BJPയും അഴിച്ചുവിട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ UDFും BJPയും വർഗീയമായ പ്രചരണങ്ങളുടെയും കള്ളക്കഥകളുടെയും വിശ്വാസികളെ തന്നെ ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. BJP ഹിന്ദുത്വ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് വ്യാപകമായ കള്ളപ്രചാരവേലകൾ അതിന് നേതൃത്വം നൽകി നടത്തുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നില നല്ല കള്ള പ്രചാരവേലയിലൂടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. UDFിലെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു. എല്ലാ വർഗീയ ശക്തികളെയും ഒപ്പം നിർത്തി ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചാരവേലകളാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടായത്.